നമുക്ക് കത്തിന്ന് വന്നിരിക്കുന്ന മാവേലിക്കരയിൽ നിന്നാണ്. സ്മിത രാജേഷാണ് കത്ത് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കത്ത് അയക്കുന്നത്. മകൾ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. പരീക്ഷയിൽ ഇനിയൊരു വിജയം ഉണ്ടാകുമോ, നല്ലൊരു ജോലി ഉണ്ടാവുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ശരി, പരീക്ഷാ വിജയം, നല്ല ജോലി, അതുപോലെ തന്നെ നല്ല വിവാഹബന്ധങ്ങൾ, ഈ വക സ്വപ്നങ്ങൾ മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ച് സർവ്വസാധാരണമാണ്. എല്ലാവർക്കും ഈ വക ചിന്തകൾ ഉണ്ട്. മകളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ച് നോക്കുമ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാജഗ്രഹം നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഗജകേസരി യോഗമായി നിൽക്കുന്നു. ശനി ജനിച്ച ലഗ്നത്തിൻ്റെ 4, 7, 10 എന്നീ ശനിക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനാൽ ശശമഹായോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട അതിപ്രധാനമായ ഒരു യോഗനിലകളും അഡീഷണലായിട്ടുണ്ട്. കൂടാതെ നീചഗ്രഹങ്ങളെ ഭംഗം ചെയ്ത് നീചഭംഗരാജയോഗവും, ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 മഹായോഗങ്ങൾ ഉള്ള ജാതകമാണ്. അതിൽ ഉന്നതമായിട്ടുള്ള 1, 2, 3 ഡിഗ്രികൾ വരെ എടുക്കത്തക്ക ഉന്നത ബിരുദം എടുക്കുമെന്നും, അതുപോലെ തന്നെ ഉദ്യോഗലബ്ധിക്കും സാധ്യതകളും ഉയർന്ന വിവാഹബന്ധങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളും എല്ലാം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നു. ഒന്നും എടുത്തു പറയത്തക്ക രീതിയിൽ മോശകരമായി വരേണ്ടതല്ല. എന്നാൽ ഏത് യോഗങ്ങളായിരുന്നാലും ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ, അതായത് സൗഖ്യസ്ഥാനം, ഇവയെല്ലാം അനുഭവിക്കാനുള്ളൊരു യോഗം, അനുഭവയോഗം എന്ന് പറയുന്ന ആ യോഗം, അത് മാതൃ കുടുംബ വഴി എന്തൊക്കെയോ കനത്ത ശാപങ്ങളും പിതൃക്കളുടെ അനിഷ്ടവും പരദേവതകളുടെ അനുഗ്രഹക്കുറവും മാതൃ കുടുംബ വഴി മനുഷ്യശാപവും കാണുന്നു. അതിൽ 4 ഗുളികൻ നിൽക്കുന്നു എന്നാണ്. ശനിപുത്രനായ ഗുളികൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല നിലയിലുള്ള പഠിത്തം അനുസരിച്ചുള്ള അവസാന നിമിഷം ആ ഡിഗ്രി കിട്ടാതെ വരികയോ, അല്ലെങ്കിൽ പഠിച്ചാൽ തന്നെ അർഹതപ്പെട്ട ജോലി, അവകാശപ്പെട്ട യഥാസമയത്ത് യഥാകാലം യഥായോഗ്യം ലഭിക്കേണ്ടതായ ഉദ്യോഗം, മാന്യമായ ആ ജോലിയിലെ ശമ്പളം, യഥാസമയത്ത് യൗവനത്തിൽ തന്നെ കൗമാരത്തിൽ തന്നെ വിവാഹബന്ധം, സംതൃപ്ത ഐശ്വര്യ ദാമ്പത്യം, യോഗനിലകളിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ശശമഹായോഗം, വനപർവ്വത നീതിന്യായ വകുപ്പിലെ ഏതെങ്കിലും മഹനീയ ഉദ്യോഗത്തിലിരിക്കണമെന്നാണ് ശശമഹായോഗം. വനപർവ്വത ഫോറസ്റ്റ് IFSO, നീതിന്യായം, കുടുംബം, കോടതി വകുപ്പുകൾ ഒക്കെ ഏതെങ്കിലും നല്ല നിലയിൽ ജോലി കിട്ടണം. അതുപോലെ നീചഭംഗങ്ങൾ നിൽക്കുന്നു. ഒക്കെ ആണെങ്കിലും ഇതെല്ലാം അനുഭവത്തിൽ വരാൻ 4-ാം ഭാവം ശുദ്ധമാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മാതൃഭാവം, സൗഖ്യഭാവം, അവിടെ ഗുളികൾ നിൽക്കുന്നത് കൊണ്ട് ഇവയെല്ലാത്തിലും പ്രാരംഭത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ തടസ്സം, തർക്കം, കാലദോഷം, അനുഭവക്കുറവ് എന്നിവ വരുത്തുന്നു. അതുകൊണ്ട് എന്താണ് കാരണം? മാതൃകുടുംബത്തെയാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. ഗുളിക നിൽക്കുന്നത് കൊണ്ട് മനുഷ്യശാപങ്ങൾ ധാരാളമേറ്റ കുടുംബമാണ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പരദേവതകൾ അപ്രീതിയായും പിതൃക്കൾ അസംതൃപ്തരായി നിൽക്കുന്നതിനാൽ എല്ലാത്തിലും ഒരു അനുഭവദോഷം വരിക. നാം സമൂഹത്തിൽ നമ്മൾ പറയപ്പെടുന്നതാണ്, ചിലപ്പോൾ രഹസ്യമായിട്ടെങ്കിലും പറയപ്പെടുന്നതാണ്, ഇങ്ങനെയൊന്നും വരേണ്ടവളല്ല, ഇങ്ങനെയൊന്നും വരേണ്ടവനല്ല. പക്ഷേ എന്തോ അതിനൊരു തലയിലെഴുത്ത് മോശം എന്നൊക്കെ നമ്മൾ മനസ്സിൽ പറയും. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കുശൂസുക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു കുശൂസുപ്പുണ്ടാവും. പക്ഷേ അനുഭവത്തിൽ ഇതാണ് ആ എന്തോ എന്നുള്ളതിന് ഉത്തരമില്ല. ഒരു മനുഷ്യശാപം എന്നും അതുപോലെ തന്നെ പിതൃക്കളുടെ ശാപമെന്നും ഒക്കെ ഏറ്റിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ ഒരു 1-2
തലമുറയ്ക്ക് മുമ്പ് മുതലേ ഉള്ളതാവാം ഈ കുടുംബപരമായ ദോഷം എന്നൊക്കെ പറയുന്നത്. ഈ 4 ഗുളിക നിന്നാൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നടുവിന് എന്തെങ്കിലും തകരാറുകളും നട്ടെല്ലിന് തകരാറുകളും യൂട്രസ് മാസമുറ പ്രശ്നങ്ങളും ഇതൊക്കെ വരികയും ചെയ്യാം. പൊതുവെ അനാരോഗ്യങ്ങൾ കാഴ്ചയിലൊന്നും കുഴപ്പമില്ലെങ്കിലും എന്നും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതിനെ കുടുംബ പ്രശ്നങ്ങളിലൂടെ എടുത്ത് അതിനുള്ള പോംവഴികൾ ചെയ്യണം. കാരണം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒരു ജാതകം കിട്ടിയാൽ അതിൻ്റെ ഫലം മാത്രമായിരിക്കത്തില്ല ഒരാളുടെ, അല്ലെ ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരാളുടെ അനുഭവം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ഉദ്യോഗം, ധനസമ്പാദനം, കല്യാണം, സന്താനം, ജനന മരണാദികൾക്കിടയിലുള്ള സംഭവ ബഹുലമായ കാര്യങ്ങളിൽ കുടുംബപരമായും മുന്നോറുകൾ ചെയ്ത പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 തലമുറയ്ക്ക് വരെ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകുമെന്നും ഗുണങ്ങളുണ്ടാകുമെന്നും പറയുന്നു. ഗുണങ്ങൾ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്, ദോഷങ്ങളാണ് നിന്ന് വരിക്കുന്നത്. ഗുണങ്ങളും ഉണ്ട് അപൂർവത്തിൽ. ഏതായിരുന്നാലും 4 ഗുളികന് ഗരുഡ പഞ്ചാക്ഷരി എന്ന മാതൃകുടുംബത്തിൻ്റെ പേരും മോളുടെ പേരും ചേർത്ത് അതൊരു 18, 21, 41 ദിവസം നടത്തി ശിവപാർവതി പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ ഗരുഡ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഈ ശാപങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് സാധുക്കൾക്ക് അന്നദാനങ്ങളോ വസ്ത്രദാനങ്ങൾ, മരുന്ന് മുതലായവയൊക്കെ ചെയ്ത് മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ, ദരിദ്രൻ്റെ പ്രാർത്ഥനകൾ, മനോവേദന എടുത്തിരിക്കുന്നവരുടെ ആ മനസ്സ് നൊന്തുള്ള അനുഗ്രഹങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുനിന്ന് എല്ലാം പ്രധാനമായിട്ട് വരേണ്ടത്. ഇപ്രകാരമൊക്കെ ചെയ്ത് പ്രതിവിധികളൊക്കെ ചെയ്ത് ഉദ്യോഗവും വിവാഹമൊക്കെ നടന്നു എന്ന് കണ്ടാൽ ഏതായാലും ഈ പറഞ്ഞ ദോഷങ്ങൾ ഒരു 90% വരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.